മോദി ട്രംപിന്റെ താരിഫിനെ തുടർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്? മോദി ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ താഴുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മോദി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഈ നിർണായക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്? കേട്ടല്ലോ ഇതിനെല്ലാം മോദിയുടെ മറുപടി. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു വാക്കുകളും താൻ പറയുകയില്ല, തനിക്കൊന്നും പറയുവാനില്ല എന്ന്. മോദി സർക്കാർ മൂന്നാം തവണ അധികാരത്തിൽ എത്തിയതിൽ പിന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ താഴേക്കാണ് വീഴുന്നത്. തിങ്കളാഴ്ചയുണ്ടായ വീഴ്ച സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളരെ വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വീഴ്ചയാണ്. ലോകോത്തര സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗ് വളരെ മികച്ച ഒരു സാമ്പത്തിക രംഗമാണ് 2014 മോദിക്ക് വെള്ളിത്താലത്തിൽ വെച്ച് കൈമാറിയത്. ആ മികച്ച സാമ്പത്തിക രംഗത്തെയാണ് വിശ്വഗുരു 11 വർഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത്. സ്റ്റോക്ക് മാർക്കറ്റിൽ തിങ്കളാഴ്ചയുണ്ടായ വീഴ്ച വഴി ഇന്ത്യക്കാരുടെ 20 ലക്ഷം കോടി രൂപയാണ് ആവിയായി പോയത്. മോദിയുടെ മുതലാളി അദാനിയുടെ NDTVയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ട്രംപിന്റെ താരിഫിനെ തുടർന്ന് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ തകർച്ചയിൽ 10 സെക്കൻഡ് കൊണ്ട് 20 ലക്ഷം കോടി രൂപയാണ് ആവിയായി പോയത്. 2024 ലോക്സഭാ ഇലക്ഷൻ ഫലം വരുന്നതിനു മുൻപ് ഇതേ അദാനിയുടെ NDTVയുമായുള്ള അഭിമുഖത്തിൽ മോദി പറയുന്നത് കേട്ടുകൊള്ളൂ. और 4 जून जैसा आपने कहा, जिस दिन चुनाव का नतीजा आएगा, आप उस हफ्ते भर में देखना कि यानी भारत का स्टॉक मार्केट के लिए उसके सारे जो उनके प्रोग्रामिंग के जो प्रोग्रामिंग वाले सारे उनके थक जाएंगे। जी बिल्कुल। अब आप देखिए PSU की कंपनियों का शेयर कहाँ पहुंचा है आज। बिल्कुल ना PSU के शेयर तो गिरना है, उसका मतलब ही होता था गिरना। हाँ, ये मेरा ख्याल हुआ है कि PSU तो बंद करने की तरफ आप जाएंगे, लेकिन अब तो PSU नहीं, स्टॉक मार्केट में उसका वैल्यू बढ़ रहा है जी, बिल्कुल अनेक गुना बढ़ रहा है। ജൂൺ 4 തീയതി ലോക്സഭാ ഇലക്ഷൻ ഫലം പുറത്തു വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ എല്ലാ പ്രോഗ്രാമിങ്ങും തകർന്നു പോകും. അത്ര വലിയ കുതിപ്പാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. പബ്ലിക് സെക്ടർ യൂണിയൻ കമ്പനികളുടെ സ്റ്റോക്കുകൾ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മോദിയുടെ പ്രവചനം? സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രോഗ്രാമിങ്ങിന് താങ്ങാനാവാത്ത സ്ഥിതിയിലായിരിക്കും ജൂൺ 4 ശേഷം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഉയർച്ചയെന്ന്. മോദിക്ക് കരിനാക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജൂൺ 4 മൂന്നാം പ്രാവശ്യവും മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഇടിയുകയാണ് ഉണ്ടായത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളെല്ലാം ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് പിൻവലിച്ച് ചൈനയിലെയും അമേരിക്കയിലെയും സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നിക്ഷേപിച്ചത്. തിങ്കളാഴ്ച ഒറ്റ ദിവസത്തെ തകർച്ച, അതും ഏതാനും നിമിഷം കൊണ്ട് മാത്രം ഇന്ത്യക്കാരുടെ ഏതാണ്ട് 20 ലക്ഷം കോടി രൂപയാണ് ആവിയാക്കി കളഞ്ഞത്. സെൻസെക്സ് 3000 പോയിന്റിലധികമാണ് താഴ്ന്നത്. നിഫ്റ്റി 1000 പോയിന്റിലധികം താഴ്ന്നു. IT സെക്ടർ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ 7% വീഴ്ചയാണ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും നാളുകളിൽ മാത്രമായി ബാങ്കുകളുടെ സ്റ്റോക്കുകളിൽ 20% വീഴ്ചയാണ് ഉണ്ടായത്. കോവിഡിനെ തുടർന്ന് മാർക്കറ്റിൽ ഉണ്ടായ തകർച്ചയെക്കാളും വലിയ തകർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം ആദ്യം ജനുവരി 1 തീയതി 78,500 നിന്ന് സെൻസെക്സ് ആണ് ഇപ്പോൾ 71,500 താഴെ എത്തിയിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി ഏതാണ്ട് 23,750 ഈ വർഷം ആദ്യം നിന്നിരുന്നത് ഇപ്പോൾ 21,800 കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച മാത്രം ഏതാണ്ട് 4% ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ബാങ്കുകളുടെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്ന ഇടിവാണ് ഏറ്റവും ഭയാനകം. മോദി മാത്രമല്ല, ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചത് 2024 ജൂൺ 4 വോട്ടെണ്ണുന്നതിന് മുൻപ് സ്റ്റോക്കുകൾ വാങ്ങിയാൽ മോദി സർക്കാർ മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ എത്തിയ ശേഷം അത് കുതിച്ചു കയറും എന്നായിരുന്നു. എക്കണോമിക്സ് ടൈംസിന്റെ ഈ വാർത്തയിൽ അമിത്ഷാ അന്ന് പറഞ്ഞതാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ യാതൊരു വിവേകവുമില്ലാത്തവരുടെ വാക്കുകൾ കേട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ ആവുന്നില്ല. ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്താണ്. ട്രംപ് മിഥ്യാധാരണയുടെ മൂടി തെറിപ്പിച്ചിരിക്കുകയാണ്. യാഥാർത്ഥ്യം തിരിച്ചടിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ മോദിയെ ഒരിടത്തും കാണാനില്ല. ഇന്ത്യ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു.
എല്ലാ ഇന്ത്യക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പ്രതിരോധ ശേഷിയുള്ള ഉൽപാദനം അടിസ്ഥാനമാക്കിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ നിർമ്മിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും നമുക്കില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. നമ്മൾ ഓൾറെഡി വളരെ വൈകിയിരിക്കുന്നു. ഇനിയെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ജനങ്ങളെ വിവേകമുള്ളവരാക്കി വളർത്തി മികച്ച വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളവരാക്കി വളർത്തി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്ത്യയുടെ ഗതി അധോഗതിയാകുമെന്ന് തീർച്ചയാണ്. ഇപ്പോൾ തന്നെ 80% ഇന്ത്യക്കാരുടെ ജീവിത നിലവാരവും സബ്സഹാറൻ ആഫ്രിക്കയിലെയും സൊമാലിയയിലെയും ആളുകളുടെ ജീവിത നിലവാരത്തെക്കാൾ പരിതാപകരമാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള ഇന്ത്യക്ക് എന്തെങ്കിലും പ്രതീക്ഷ വേണമെങ്കിൽ വിവേകവും വിദ്യാഭ്യാസവും അറിവുമുള്ള നേതാക്കൾ വേണം രാജ്യം ഭരിക്കാൻ. ഈ തിങ്കളാഴ്ചയെ കറുത്ത തിങ്കളാഴ്ച ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരവസരത്തിൽ സെൻസെക്സ് 4000-ഓളം പോയിന്റാണ് ഇടിഞ്ഞത്. മാത്തിൽ പെന്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ പുതിയ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ പേരാണ് പോർട്ട്ഫോളിയോ ഗോൺ എന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചവരുടെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് തകർന്നടിഞ്ഞിരിക്കുന്നു. ശരിക്കും ബ്ലഡ് ബാത്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും സ്റ്റോക്കുകൾ ഇങ്ങനെയൊക്കെ തകർന്നാലും ട്രംപിന്റെ മാഗായും മോദിയുടെ മീഗായും ചേർന്ന് മോദി ഒരു പുതിയ മെഗാ ഇന്ത്യൻ എക്കോണമി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മോദി പറയുന്നത് തീർച്ചയായും വിശ്വസിക്കാമല്ലോ. അതിനാൽ ഇവിടെ മോദി പറയുന്നത് കേട്ട് നിങ്ങൾ നിർവൃതി അടയാൻ ശ്രമിക്കുക. तो विकसित भारत का मतलब मेक इंडिया ग्रेट अगेन, यानी मीगा। जब अमेरिका और भारत साथ मिलकर काम करते हैं यानी मागा, मागा प्लस मीगा, तब बन जाता है मेगा पार्टनरशिप फॉर प्रोस्पेरिटी. വികസിത ഭാരതത്തിന്റെ അർത്ഥം മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, മീഗ. ട്രംപിന്റെ മാഗയും മോദിയുടെ മീഗയും ചേർന്ന് മോദി ഉണ്ടാക്കിയ മെഗാ ഇന്ത്യൻ സാമ്പത്തിക രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇവിടെ ഫെബ്രുവരി 28 ഈ വാർത്ത കണ്ടോ? 2025 ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള 2 മാസങ്ങളിൽ മാത്രമായി ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നിക്ഷേപകർക്ക് നഷ്ടമായത് 92 ലക്ഷം കോടി രൂപയാണ്. അത് 30 വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ചയുടെ റെക്കോർഡാണ് ഭേദിച്ചിരിക്കുന്നത്. ഇപ്പോഴുണ്ടായ ഈ തകർച്ച കൂടി ആവുമ്പോൾ 30 വർഷത്തേതല്ല, രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് പറയുന്നത് മോദി ഭരണത്തിന് കീഴിൽ എല്ലാ റെക്കോർഡുകളും ഭേദിക്കും എന്ന്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായി. തൊഴിലില്ലായ്മ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. വിലക്കയറ്റം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. ക്രൂഡ് ഓയിലിന്റെ വില 20 വർഷം മുൻപത്തെ നിലയിൽ എത്തിയപ്പോഴേക്കും പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്നത്തേതിന്റെ 3 ഇരട്ടി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി. അങ്ങനെ എല്ലാ രംഗത്തും 20, 30, 50 വർഷങ്ങളുടെ റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ് വിശ്വഗുരു. ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു രാജ്യത്തെ തകർക്കാൻ ഈ വിശ്വഗുരുവിന് അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. തെരുവിലൂടെ തെക്ക് വടക്ക് നടക്കുന്ന ഒരാളെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയാൽ പോലും ഇതിലും മെച്ചമായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ എന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും ഒരു രൂപവുമില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ത്യയുടെ ഭാവി വളരെ അനിശ്ചിതത്വത്തിലാണ്. വിവേകം ഇല്ലാത്തവരെ ഭരണം ഏൽപ്പിച്ചതിന്റെ തിക്തഫലം.